സഞ്ചാരി മാതാവേ, സഞ്ചാരി മാതാവേ, കൃപയുടെ കൂടാരമേ, വാഗ്ദാന പേടകമേ, കൃപാസനത്തിൻ്റെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാനീ പറഞ്ഞത് കേട്ട് റിയൽ എസ്റ്റേറ്റുകാരെ സ്ഥലം എടുക്കാൻ വേണ്ടി കടപ്പുറത്ത് വരരുത് കേട്ടോ, ഓടിച്ചിടുവേ. ഇത് വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുന്ന വിഷയങ്ങളാണ്. അല്ലാതെ നിങ്ങൾ ആരും ഇത് കണ്ടിട്ട് ഇപ്പം തന്നെ വന്ന് കടപ്പുറത്ത് സ്ഥലം എടുത്തേക്കാന്ന് വിചാരിക്കരുത്. പാവത്തങ്ങളോട് സമാധാനം ജീവിക്കട്ടെ. ഈ തലമുറയിലും അടുത്ത തലമുറയിലും ഈ പ്രശ്നങ്ങളൊന്നുമില്ല. പതുക്കെ ഉണ്ടാകുന്ന ചില വിഷയങ്ങളെക്കുറിച്ച് ഗവൺമെൻറ് പഠിക്കുന്നു എന്നുള്ളതാണ് സൂചന. പക്ഷേ നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? അമ്മ ഇതിക്ക് മുമ്പ് നേരത്തെ പറഞ്ഞിരിക്കുന്നു, നമുക്ക് പ്രാർത്ഥിക്കാൻ സമയമുണ്ട്. ഈ വിജയകുമാർ ചില സമയത്ത് പറയും, എന്താ അച്ഛാ നമ്മൾ കർത്താവിൻ്റെ കൂടെ നിന്നിട്ട് എന്താണ് ഓൾ ദ പ്രോബ്ലംസ് ആർ ഓൾവേസ് ഇൻ ക്യൂ എന്ന് വിജയകുമാർ എന്നോട് ചോദിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ എപ്പോഴും ഇങ്ങനെ ക്യൂവിൽ നിൽക്കണമെന്ന് ചോദിക്കും. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം എന്നാ പറ്റി? ഇപ്പം ആ സ്ഥലം എടുത്തവൻ ഞാൻ എൻ്റെ സ്ഥലത്തിൻ്റെ അടുത്ത് അത് അവിടെ സ്ഥലം റെസിഡൻഷ്യൽ ഏരിയ അല്ല. അല്ല, എൻ്റെ അടുത്ത് റെസിഡൻഷ്യൽ ഏരിയ ഉണ്ട്. അതുകൊണ്ട് ഇത് സ്ഥലം കോറി സ്ഥലമാണ്. അതുകൊണ്ട് ഇത് ഈ സ്ഥലം സ്വകാര്യ വ്യക്തിയിൽ എടുക്കരുത്, ഗവൺമെൻറ്റിൻ്റെ പ്രൊജക്റ്റിലുള്ള ഏരിയ ആണെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കാശെല്ലാം പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, എന്തുമാത്രം ടൈമുണ്ട് ബാക്കിയെന്ന് ചോദിച്ചു. ആ കേസ് നിലവിൽ വരാൻ, ഇത് നടപ്പിൽ വരാൻ എന്തുമാത്രം സമയമുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സമയം കുറച്ചുണ്ട്. ഞാൻ പറഞ്ഞു, അപ്പോൾ ഇനി ആരാധനയ്ക്ക് അല്ലേ സമയം കുറച്ച് ബാക്കിയുണ്ടെന്ന് പറഞ്ഞ്. ഞാനെന്താ തിരിച്ചു പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, സമയം ഉണ്ടാകണമല്ല പ്രശ്നം. സമയം ഉണ്ടെങ്കിൽ എന്താ ഗുണം? പ്രാർത്ഥിക്കാൻ പറ്റും, സുവിശേഷവിധമായി ജീവിക്കാൻ പറ്റും, സുവിശേഷ സാക്ഷ്യം ചെയ്തുകൊണ്ട് ദൈവത്തെ അതിൻ്റെ അകത്ത് കക്ഷി ചേർക്കാൻ പറ്റും. നമ്മുടെ പ്രോബ്ലത്തിൽ ദൈവത്തെ കക്ഷി ചേർക്കുക, അതിനാണ് നമുക്ക് സമയം ഉപയോഗിക്കേണ്ടത്. അതിന് ഏറ്റവും സുനിശ്ചിതമായ മാർഗമാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ 60-65 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഉടമ്പടി എടുക്കണ്ട എന്ന് ഞാൻ പറയേണ്ട കാര്യം. നിങ്ങൾ ആദ്യം ആരംഭശൂരത്തപ്പോൾ എടുക്കും, പിന്നെ നിങ്ങൾ ഇതിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. ഇതിൻ്റെ സയൻസ് നിങ്ങൾക്ക് അറിയത്തില്ല. ഇത് നിങ്ങൾ യുദാസുബ്നാൻ്റെ പെട്ടി കൊണ്ടുപോയി ഈ ആടനെ മേടിക്കണം, മരുമകളെ പ്രസവിക്കണം എന്നൊക്കെ പറഞ്ഞ് എഴുതുന്ന പരിപാടിയല്ല ഇത്. ഇതെന്ന് പറഞ്ഞാൽ ദൈവഹിതപ്രകാരം ജീവിക്കണം. ആ ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സങ്കീർത്തനം 143:10 വർക്കൗട്ട് ചെയ്യണം. അതൊന്നിട്ട് വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അവിടുന്നാണ് എന്റെ ദൈവം. അങ്ങയുടെ നല്ല ആത്മാവ് എന്നെ നിരപ്പുള്ള വഴിയിലൂടെ നയിക്കട്ടെ. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ച് സങ്കീർത്തനം കിട്ടിയിരിക്കുന്ന ഒരു ഐഡിയ, ദൈവത്തിന്റെ ആത്മാവ് നല്ല ആത്മാവെന്നാണ്. അപ്പൊ നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥ എന്തായിരിക്കും? കെട്ട ആത്മാവാണ്. എന്താ കാര്യം? ഇതിലെല്ലാം നമ്മളുടെ സൂത്രപ്പണികളെല്ലാം അതിൻ്റെ തിരിപ്പുണ്ട്. ഉടമ്പടി വെക്കുമ്പോൾ പോലും അതിൻ്റെ അകത്ത് ഉടായ്പുണ്ട്. അതാണ് നല്ല ആത്മാവെന്ന് പറയുന്നത്. അതാണ് നല്ല, ഞാൻ നേരത്തെ പറഞ്ഞു, റിഫൈൻഡ്, ഉടമ്പടിയിൽ ഉപയോഗിക്കേണ്ട റിഫൈൻഡ് ലവ് ആണെന്ന്. എന്നുവെച്ചാൽ റിഫൈൻഡ് ലവ് എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിച്ച സ്നേഹം. ശുദ്ധീകരിച്ച സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ അകത്ത് അൾട്ടിമേറ്റ് പ്രാധാന്യം ആർക്കാണ്? ഈശോയുടെ പ്രാർത്ഥനയിലുള്ള, ഈശോയുടെ പ്രാർത്ഥനയ്ക്ക് ഗുണം എന്താണ്? എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അപ്പം ജീവിതത്തിൻ്റെ അകത്ത് നല്ല ഒരു വിഷയങ്ങൾക്കെല്ലാം ദൈവേഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കണം. ഇപ്പം ഇന്നലെ ഒരു പെങ്കൊച്ച് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളോട് സംസാരിച്ചപ്പോഴേ
ഞാൻ ശ്രദ്ധിച്ചു. അമ്മയുടെയും മകളുടെയും മുഖഭാവങ്ങൾ എൻ്റെ ഉപദേശത്തിൻ്റെ സമയത്ത് മാറി മാറി ഞാൻ വാച്ച് ചെയ്തായിരുന്നു. അപ്പം മകൾ എന്നോട് പറഞ്ഞ്, അപ്പോൾ അവൾ ഇവിടെ ന്യൂസിലൻഡിൽ അവരെ വർക്ക് ചെയ്യണം. അപ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം ഈ ഇടയ്ക്ക് അവൾക്ക് റുമാറ്റിക് പെയിൻ വന്നു, വാതരോഗം. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ ഉടമ്പടി എടുത്തപ്പോൾ നിൻ്റെ വാദം ഒന്നും അമ്മയെടുത്ത് പറഞ്ഞില്ലേ? ഇല്ല അച്ഛാ, ഞാൻ നിത്യതയാണ് പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞ്. നിത്യത, അതായത് ഉടമ്പടി എടുത്തപ്പോൾ അവർ ന്യൂസിലൻഡിലെ ഒരു ചെറുപ്പക്കാരത്തിയായ നേഴ്സാണ്. പക്ഷേ ഉടമ്പടി എടുത്തപ്പോൾ വെച്ചിരിക്കുന്ന 6 കാര്യങ്ങൾക്കെല്ലാം തന്നെ എഴുതിയിരിക്കണത് നിത്യതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതിയിരിക്കണം. അപ്പം ഞാൻ യൂത്തൊക്കെ എന്തുമാത്രം ഇപ്പം അറിയുന്നു. അതാണ് വിഷയം കണ്ടില്ലേ, യൂത്തിൻ്റെയൊക്കെ അവസ്ഥ കണ്ടില്ലേ? അറിയുന്നവൻ ശരിക്കും അങ്ങനെ ഇടിച്ചു പൊളിച്ചാൽ ദൈവത്തിന് അറിയണത്. എന്താണ് ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയം? എന്താണ്? നിത്യതയിലെ യേശുവുമായിട്ട് കണ്ടുമുട്ടുന്നതിനെക്കുറിച്ചാണ് ഉടമ്പടി വെച്ചിരിക്കുന്നത്. കർത്താവേ, ഞാൻ നീയും തമ്മിൽ സമയം കുറിക്കേണ്ട ഒരു സമയം വന്നു കഴിഞ്ഞാൽ, നിൻ്റെ കൂടെ ഈ ലോകം വിട്ട് കഴിഞ്ഞാൽ നിൻ്റെ കൂടെ ജീവിക്കാൻ എനിക്ക് കഴിയണമെന്ന് പറഞ്ഞ് ഉടമ്പടി വെച്ചിരിക്കുകയാണ്. ഉടമ്പടി വെച്ച് അവളുടെ ലൈഫിൽ കർത്താവ് അവളെ മൂവ് ചെയ്ത് അവൾ ഇവിടുന്ന് പോയി ന്യൂസിലൻഡിൽ നേഴ്സായിട്ട് ഭംഗിയായിട്ട് ജീവിക്കുന്നത്, ഹസ്ബൻഡുമായിട്ട് ജീവിക്കണേ. പക്ഷേ അവൾ ഇടയ്ക്ക് 2 കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് ആർത്തൈറ്റിസ് വന്നു. ആർത്തൈറ്റിസ് വന്നപ്പോൾ ഞാൻ ഇവളോട് സംസാരിച്ചു. ആർത്തൈറ്റിസ് വരുമ്പോൾ ഇവൾക്ക് ആർത്തൈറ്റിസ് വന്ന് ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഇവളുടെ അമ്മ വരണത്. ഞാൻ പറഞ്ഞു, ആ സബ്ജക്റ്റ് ഇവിടെ എടുക്കത്തില്ല. ഞങ്ങൾ തമ്മിൽ ആങ്ങളുടെയും പെങ്ങളുടെയും ചേട്ടത്തിൻ്റെ മക്കളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനവരോട് പറഞ്ഞു, നമ്മളെ റിലേഷൻസൊക്കെ ഉണ്ട്, ചേട്ടത്തിൻ്റെ മക്കളല്ലേ, സ്വന്തം മക്കൾ. പക്ഷേ നിൻ്റെ ഈ വിഷയം ഞാൻ എടുക്കത്തില്ല. എന്താ, നിൻ്റെ ആർത്തൈറ്റിസ് ഞാൻ എടുക്കത്തില്ല. ഫാമിലിയും ബന്ധമൊക്കെ നമുക്ക് ആ രീതിയിൽ സംസാരിച്ച് പിരിയാം, പ്രാർത്ഥിക്കത്തില്ലെന്ന് പറഞ്ഞ്. എന്താ കാര്യം? നിൻ്റെ ഉടമ്പടി പുതുക്കിയിട്ടില്ല, അതാണ് സംഭവം. ഉടമ്പടി പുതുക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞു, നീ ഉടമ്പടി പുതുക്കിയിട്ട് കറക്റ്റ് ചാനലിൽ അച്ഛൻ കൃപയിൽ നിൽക്കുന്ന സമയത്ത് ആൾക്കാരേവാ. അതുവരെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പോൾ ഉടമ്പടി പുതുക്കിയിട്ടില്ലാത്തത് കൊണ്ട് ബന്ധുവാണെന്ന് പറഞ്ഞാലും അനിയത്തിയുടെ ആൻറ്റിയുടെ സ്വന്തം ആൻറ്റിയുടെ എന്നെ പഠിപ്പിച്ച ആളെ കൂടിയാണ് ഈ ആൻറ്റി എന്ന് പറയുന്നത്, അമ്മയുടെ അനിയത്തി. അവർ ടീച്ചറായിരുന്നു. അപ്പോൾ എൻ്റെ ഫീസൊക്കെ അടച്ചിട്ട് ഒരു കാലത്തിരുന്ന് അവരാണ് അടച്ചുകൊണ്ടിരുന്നത്. എന്നാലും ദൈവികമായ വിഷയത്തെ വരുമ്പോൾ കോംപ്രമൈസ്, ഒത്തുതീർപ്പില്ല. അത് നമ്മൾ ഒത്തുതീർത്തിട്ട് കാര്യമില്ല. കാര്യം അവിടെ ദൈവമാണ് പ്രവർത്തിക്കേണ്ടത്, അല്ലാതെ മനുഷ്യരക്തമല്ല അവിടെ പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ ദൈവത്തെ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അവർ ഫുൾ ആൻഡ് ഫുള്ളായിട്ട് കർത്താവിൻ്റെ പ്രവർത്തിക്കാൻ പറ്റിയൊരു ഉപകരണമായിട്ട് മാറണം. കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റിയ ഉപകരണമായിട്ട് മാറണം. അപ്പം ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു, കുഞ്ഞിനിങ്ങനെ അവൾ ഇങ്ങനെ നിത്യത വെച്ച കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട കാരണം ഞാൻ അവളോട് സംസാരിച്ചു. നീ ആർത്തൈസിൻ്റെ ഉള്ളിടത്തോളം കാലം ക്രിസ്തു നിൻ്റെ കൂടെ ഉണ്ടെന്ന് നീ കരുതണം. ആർത്തൈസ് നിൻ്റെ ശരീരത്തിൽ ഉള്ളിടത്തോളം കാലം ക്രിസ്തു നിൻ്റെ കൂടെ ഉണ്ടെന്ന് നീ കരുതണം. പിന്നെ പരിശുദ്ധാത്മാവ് എന്നെ വല്ലാതെ അങ്ങോട്ട് തൊട്ടിട്ട് പറഞ്ഞു, എനിക്കും ആർത്തൈസ് ഉണ്ടായിരുന്നു അവളോട് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ്, ക്രിസ്തുവിനും 3 മണിക്കൂർ ആർത്തൈസ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. എന്താണ്? അവൻ്റെ വെള്ളം, അവൻ്റെ രക്തമെല്ലാം വാർന്നു പോയി കുരിശിൽ കിടന്നില്ലേ? 3 മണിക്കൂർ നേരം അവന് സ്റ്റിഫ്. ഈ ലേഡിക്ക് സ്റ്റിഫാണ്, അവൾക്ക് സ്റ്റിഫുണ്ട്. ചില സമയത്ത് 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ ഇങ്ങനെ സ്റ്റിഫായി പോകും. അപ്പോൾ ഞാൻ പറഞ്ഞ്, നമ്മുടെ കർത്താവിൻ്റെ ശരീരവും ഒരു ടൈമത്ത് സ്റ്റിഫായിപ്പോയി. അവൻ്റെ ബോഡിയിൽ അവൻ തലേ ദിവസം അവൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. പത്രോസ് അവനോട് പറയുന്നുണ്ട്, കർത്താവ് അന്ത്യത്താഴം കഴിക്കുന്ന സമയത്ത് എല്ലാവരും കഴിക്കുമ്പോൾ പത്രോസ് പറയുന്നുണ്ട്, കർത്താവ് നീ കഴിക്കണില്ലേ എന്ന് പത്രോസ് പല പ്രാവശ്യം കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞങ്ങനെ ഇരുന്നിട്ട് പറയും, കഴിക്കും, നാളെ ഈ സമയത്ത് കഴിക്കുമെന്ന് പറയും. നാളെ ഈ സമയത്തെ വെള്ളിയാഴ്ച സന്ധ്യയ്ക്ക് കഴിക്കുമെന്ന്. എവിടെ കഴിക്കുമെന്ന് പറയണത്? എൻ്റെ പിതാവിൻ്റെ കൂടെ ഇരുന്നുകൊണ്ട് ഞാൻ സ്വർഗീയ ജെറുസലേമിലെ കർത്താവ് പിതാവിൻ്റെ കൂടെ ഇരുന്നുകൊണ്ട് കഴിക്കുമെന്ന്. എന്താ കാര്യം? എൻ്റെ ഇഷ്ടം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഇഷ്ടം. ആരെങ്കിലും ഇവന് ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ? കൊടുത്ത് കാണുമോ? നീ പത്രോസ് തന്നെ ഒരിക്കൽ ചോദിക്കും. അപ്പം പറയും, കർത്താവ് പറയും, എൻ്റെ അപ്പൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ആഹാരമെന്ന് പറയും. ടേക്ക് ദ ബ്രെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ.
ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ നന്ദി ആരാധന ആരാധന യോഹന്നാൻ 4:34. യോഹന്നാൻ 4:34. യേശു പറഞ്ഞു, എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ ഭക്ഷണം. അപ്പൊ എന്താ ഉദ്ദേശിച്ചത്? നാളെ എൻ്റെ അപ്പൻ്റെ കൂടെ ഇരുന്ന് എനിക്ക് ഭക്ഷണം കഴിക്കാനുണ്ടെന്നാ പറഞ്ഞു. 10 ദിവസം കഴിക്കണില്ലേ എന്ന് ചോദിക്കുമ്പോഴേ പട്ടിണി നിന്നുകൊണ്ട് പറയുകയാണ്. നിങ്ങൾ ഓർക്കണം, ഈ കുരിശെല്ലാം ചുമന്നിരിക്കുന്നത് പട്ടിണി കോലമായിട്ട് നിന്നുകൊണ്ടാണ്. എന്തിനാണ് ഇത്രയും വലിയ കുരിശ് എടുത്തെന്ന് ഓർക്കണം. ഇതെല്ലാം നിത്യതയുടെ വിഷയമാണ്. ഞാൻ മാതാവിനെ കണ്ടുകൊണ്ട് തന്നെയാണ് നിങ്ങളെ കണ്ടുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ നിത്യതയെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ദൈവം തന്നിട്ടില്ലെങ്കിൽ അത് ദൈവം തരാത്തതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എന്താ കാര്യം? അതിന് പകരം നിങ്ങൾക്ക് തന്നു കാണും. അതിന്റെ പേര് നിത്യത എന്നാണ്. കൈയടിക്കട്ടെ, ശ്രുതികട്ടെ. നിത്യത ഞങ്ങൾക്ക് അവകാശമാക്കുവാൻ നീ തന്ന എല്ലാ സഹനങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിക്ഷയാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. ആരെങ്കിലും അവന് ഭക്ഷണം കൊടുത്തിട്ടുണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ 4:34 യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എന്താണ് ഈശോ പറയണത്? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയും അവനേൽപ്പിച്ച ജോലി പൂർത്തിയാക്കുകയും ചെയ്യുകയാണ് എൻ്റെ ഭക്ഷണം. കുരിശാണ് എൻ്റെ ഭക്ഷണം എന്നാണ് ഈ പറയണത്. കാര്യം കുരിശിൽ അവസാനം പറയുന്ന വാക്കെന്താണ്? എല്ലാം പൂർത്തിയായി. എന്ന് വെച്ചാൽ അത് തന്നെയാണ് എല്ലാം പൂർത്തിയായെന്ന് അവൻ പറയുമ്പോൾ അപ്പാ എന്നെ ഏൽപ്പിച്ച ജോലിയെല്ലാം പൂർത്തിയായി. ഈ ഭൂമി എന്തിനാണെന്ന് ഈശോയോട് ചോദിച്ചാൽ ഈശോ പറയും, ഈ ഭൂമി അപ്പാ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കാനാണെന്ന് പറയും. അതാണ് ഗെത്സെമനി മുട്ടുകുത്തുമ്പോൾ കർത്താവ് മുട്ടുകുത്തിയ സ്ഥലത്ത് മുട്ടുകുത്തിയവനാണ് ഞാൻ. കാര്യം ഞാൻ ഗെത്സെമനി ചെല്ലുമ്പോൾ കർത്താവിൻ്റെ ഗെത്സെമനിയിൽ പോയി. നിങ്ങളും ഗെത്സെമനി പോയി കാണും പലരും. പക്ഷെ ഞാൻ അവിടെ ഒരു സൂത്രപ്പടി കാണിച്ചു. ഞാൻ കുർബാന ചെല്ലുകയായിരുന്നു ഗെത്സെമനി നിന്നുകൊണ്ട്. അപ്പം ഗെത്സെമനി കുർബാന ചെല്ലണ എൻ്റെ മുമ്പിലാണ് കർത്താവ് മുട്ടുകുത്തി ചോര വീർത്ത സ്ഥലം കിടക്കുന്നത്. അവിടെ പിച്ചള കൊണ്ട് വലിയ ഒരു പുൽക്കിരീടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു പോലീസ് നിൽക്കുന്നുണ്ട്. അയാൾ അങ്ങോട്ട് നോക്കി നിൽക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൻ്റണി പയ്യപ്പള്ളി അച്ഛനാണ്. പയ്യപ്പള്ളി അച്ഛന് കുർബാന കൊടുത്തിട്ട് ആൾക്കാർക്ക് കുർബാന കൊടുക്കാൻ പറഞ്ഞു കുർബാന സ്വീകരണത്തിൻ്റെ സമയത്ത്. അപ്പോൾ അത് കൊടുത്തിട്ട് അച്ഛനെ മുമ്പോട്ട് കയറ്റി വിട്ട്, അല്ലെങ്കിൽ അച്ഛനും പ്രശ്നം ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം. ഞാൻ പതുക്കെ വന്ന് വെച്ചും ഞാൻ ഒരു നിമിഷം കർത്താവെ സോറി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഗെത്സെമനി കർത്താവ് മുട്ടുകുത്തിയ സ്ഥലത്ത് ഞാൻ എൻ്റെ മുട്ടുകുത്തിയിട്ട് താങ്ക്സ് ലോഡെന്ന് പറഞ്ഞേ, കർത്താവെ നന്ദി എന്ന്. ഈ ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടി അവസാനമായി നീ മുട്ടുകുത്തിയ സ്ഥലമാണിത്
ഇവിടെ വന്ന് മുട്ടുകുത്താൻ ഒത്തില്ല നന്ദി എന്ന്. അന്ന് നീ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ പറഞ്ഞത്? 17:4. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ. യോഹന്നാൻ 17:4. അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. അതാണ് അവസാനം പറഞ്ഞ വാക്ക്, ഗെത്സെമനി പറയുന്ന വാക്ക്. എന്താണ്? ഞാൻ പൂർത്തിയാക്കാൻ പോണ അപ്പ കുരിശിലേക്ക് പോവുകയാണ്, എൻ്റെ ജോലി പൂർത്തിയാക്കാൻ പോവുകയാണ്. കുരിശ് മരിക്കണ മുമ്പ് തന്നെ മരിച്ചതിൻ്റെ മുഴുവൻ അക്കൗണ്ടിലേക്ക് ആദ്യമേ സമർപ്പിക്കും. എന്താ പറയണത്? പിന്നീട് ഈശോ പറയണത് പിറ്റേ ദിവസമാണ് പറയണത്, ഇത് എല്ലാം പൂർത്തിയായെന്ന് പറയണത്. എൻ്റെ മക്കളെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ നിത്യതയുടെ അംശങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. അത് നമ്മുടെ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയാണെന്ന് ഓർക്കണം. പ്രാർത്ഥിച്ചിട്ടും മാറാത്ത ഒരു രോഗമാണെന്ന് ഓർക്കണം. പ്രാർത്ഥിച്ചിട്ടും നന്നാകാത്ത നിൻ്റെ ഹസ്ബൻഡാണെന്ന് ഓർക്കണം. പ്രാർത്ഥിച്ചിട്ടും കിട്ടാത്ത നിൻ്റെ കുഞ്ഞാണെന്ന് ഓർക്കണം. ഏതായാലും ദൈവത്തിൽ നിന്ന് കിട്ടിയതല്ല നമ്മൾ ഉയർത്താൻ പോണത്. എൻ്റെ ദൈവവേദന എന്നെ ഉയർത്താൻ പോണത് ദൈവത്തോട് ചോദിച്ചിട്ട് നമുക്ക് കിട്ടാത്തതാണ്. അതാണ് ദൈവത്തിൻ്റെ അതാണ് നമ്മുടെ ആഹാരം. അതാണ് പിതാവ് നമ്മളെ ഏൽപ്പിച്ച് ജോലി എന്ന് പറയുന്നത്. അതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതമെന്ന് പറയുന്നത്. അത് പൂർത്തിയാക്കാൻ അവസരം കിട്ടുമ്പോൾ ചാടി ഉല്ലസിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ കൂടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ദൈവത്തിൻ്റെ അവസരം ഒരു ദൈവ വിളി പോലെ കിട്ടിയിരിക്കുന്നുള്ളത് നമ്മൾ സന്തോഷിക്കണം. അതിൻ്റെ മുഴുവനും കൈയും കാലും വെച്ച രൂപമാണ് അമ്മ. അമ്മയും കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ എല്ലാം പൂർത്തിയാക്കിയിട്ടാണ് നിൽക്കുന്നത്. എന്താണ്? ബിഹോൾഡ് എന്ന് പറഞ്ഞതിന് ശേഷം ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ പൂർത്തിയാകട്ടെ എന്നാണ്. എന്നിൽ നിറവേറട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എല്ലാം നിറവേറിയെന്നാണ് പറയണത് ഈശോ പറയണത്. അമ്മ പറയണത് എന്താണ്? നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ, എല്ലാം പൂർത്തിയാകുന്ന ഈശോ പറയണത്. അമ്മ പറയണത് എന്താണ്? നിൻ്റെ വചനം പോലെ എന്നിൽ പൂർത്തിയാകട്ടെ. ഇപ്പം രണ്ട് വചനത്തെ പൂർത്തിയാക്കിയ ദൈവഹിതത്തെ ദൈവിക ആത്മാവിൻ്റെ ആഹാരം പോലെ എടുത്തിട്ട് അതിനെക്കുറിച്ച് ദൈവത്തിന് ഞാൻ നിങ്ങളുടെ കാലെ പിടിച്ച് യാചിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യം ദൈവം നിങ്ങൾക്ക് തന്നില്ലെന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഞാൻ പ്രാർത്ഥിച്ചല്ലോ, ഞാൻ ഉടമ്പടി എടുത്തല്ലോ, ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിച്ചല്ലോ, എന്നെപ്പോലെ ജീവിക്കാത്ത എത്രയോ പേരെ നീ ഉയർത്തി, എന്നോട് മാത്രമെന്താ നീ എനിക്ക് രോഗം തന്നത്, എന്നോട് മാത്രമെന്താ നീ എൻ്റെ മകനെ ഉയർത്തി വിടാഞ്ഞത് എന്ന് നിങ്ങൾ ദൈവത്തോടൊരു അക്ഷരം മിണ്ടരുത്. ദൈവത്തോട് നമുക്ക് സംഭാഷിക്കാവുന്ന ഏറ്റവും സ്വരം കൂടിയ സംഭാഷണം എന്ന് പറയുന്നത് ഒരു മൗനമാണ്. അത് വെറും മൗനമല്ല, മറിയത്തിൻ്റെ മൗനം. കൈയടിക്കട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ആരാധന, ഹല്ലേലൂയ, ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഗ്ദാന പേടകമേ സ്വർഗീയ പൊന്മലരേ കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദവരമാതാവേ വാഗ്ദാന പേടകമേ സ്വർഗീയ പൊന്മലരേ കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദവരമാതാവേ. എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന ഒരു വാക്ക് എന്താണെന്നറിയാവോ? കർത്താവിൻ്റെ 6:33 മത്തായിയുടെ സുവിശേഷം. എന്താ പറയണത്? ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിനെ അറിയാം. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ എന്ന് പറഞ്ഞ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന് അറിയാം. നമ്മുടെ ആവശ്യങ്ങളെല്ലാം ആർക്കറിയാവുന്നതാണ്? സ്വർഗസ്ഥനായ പിതാവിന് അറിയാം. ഈശോയ്ക്ക് മാത്രമല്ല കേട്ടോ,
ഞാൻ എപ്പോഴും അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് ദുരന്തമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള ഫസ്റ്റ് ക്രൂസിനോടൊക്കെ പറയും, ഇത് അമ്മ ഏകപക്ഷീയമായി എടുത്ത തീരുമാനമൊന്നുമല്ല, അപ്പായോട് കൺസൾട്ട് ചെയ്തിട്ടാണ്, ഈശോയോട് കൺസൾട്ട് ചെയ്തിട്ടും അപ്പായോട് കൺസൾട്ട് ചെയ്തിട്ടുമാണ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. എന്താ കാര്യം? ഒരു കൊന്തയും പിടിച്ചോണ്ടോ കൊച്ചിനെയും പിടിച്ചോണ്ടൊന്നും അല്ല വന്നിരിക്കണത്. സീരിയസ് സബ്ജക്റ്റാണ് ഡീല് ചെയ്യണത്. ദുരന്തമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കുന്നത്, മനുഷ്യരാശിയോട് സംസാരിക്കണത്, അത് കാണിക്കണത് കാലത്തെ നെഞ്ചിച്ചാർത്തിക്കൊണ്ടാണ് കാണിക്കണത്. അപ്പോൾ ഇതൊരു സീരിയസ് ആണ് സഭ. അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സന്ദേശം കൈമാറിക്കൊണ്ടേയിരിക്കണം. എന്താ കാര്യം? അതുപോലെ തന്നെ കാര്യം ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന് അറിയാമെന്നവൻ. അപ്പം പിതാവിനോട് ചോദിച്ചിട്ട് തന്നെയാണ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടത് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ IELTS, നമ്മുടെ കാനഡയും, നമ്മളുടെ ലോണും ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന്, അതൊക്കെ അതിൽ രക്ഷപ്പെടട്ടെ നമുക്ക്. അല്ലാതെ എന്തെങ്കിലും കടവും വിലയായിട്ട് നടന്നൊരു കാര്യമുണ്ടോ? മര്യാദയ്ക്ക് ജീവിക്കണ്ടേ? ദൈവത്തിൻ്റെ മക്കളല്ലേ? അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിനെ പോലെ മാന്യമായിട്ട് ജീവിക്കണം. പിന്നെ അതിൻ്റെ അകത്തൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകരുതെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് മാന്യമായിട്ട് ഇവിടെ ജീവിക്കുന്നതിൽ ചില ആൾക്കാർക്ക് പറ്റുന്ന പ്രശ്നം നല്ല ആത്മാവല്ലെന്നാ ഉള്ളത്. ഈ മാന്യമായിട്ട് ജീവിക്കുന്നില്ലേ, പക്ഷെ അതായത് ഈ മാന്യമായിട്ട് ജീവിക്കാൻ വേണ്ടി നമ്മൾ ഭൗതികമായ ആനുകൂല്യങ്ങളും ഭൗതിക സാഹചര്യങ്ങളുടെ അപ്ഡേഷൻസൊക്കെ വരുത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം നമ്മുടെ ഈഗോയും അതിൻ്റെ കൂടെ അങ്ങ് വളരുന്നുണ്ട്. എന്നിട്ട് മറ്റുള്ളവരെക്കാൾ നമ്മൾ കേവന്മാരാണെന്ന് അവിടെ മേൽ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. അതാണ് പ്രശ്നം. നിങ്ങൾക്കറിയാവില്ല, ചില സ്നേഹം പോലും അമിതമായ സ്നേഹമെന്ന് പറയണത് അമിതമായ അധികാരമാണ്. അതാണ് വിഷയം. അതുപോലെ തന്നെയാണ് ഇതിനകത്ത് വരണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ സംഭവിക്കുന്നതാണ്. നമ്മൾക്ക് ഒരു കാര്യത്തോട് അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ ഓപ്പോസിറ്റ് ദൈവത്തോട് ഡിറ്റാച്ച്മെൻ്റ് ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് പ്രണയത്തേക്ക് ഞാൻ കണ്ണുടച്ചങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാത്തതിൻ്റെ കാര്യം അതാണ്. പ്രണയത്തേക്ക് ഞാൻ കണ്ണുടച്ച് സപ്പോർട്ട് ചെയ്യാത്ത കാരണം ആത്മീയ അപകടം അതിലുള്ളത് കൊണ്ടാണ്. കാര്യം നിങ്ങൾ ദൈവത്തിന് കൊടുക്കുക. പള്ളി വന്നാലും നിങ്ങൾ എന്ത് ചെയ്യും? പള്ളി എത്രയും വേഗം പള്ളി അവസാനിപ്പിച്ചിട്ട് സിമിത്തേരി പോയി ആണും പെണ്ണും കൂടി കുരിശിൻ്റെ ചവിട്ടിരുന്നുകൊണ്ട് അമ്മേനെ ചത്തവൻ്റെ കുരിശ് ചാരിന്നുകൊണ്ട് സംസാരിക്കും. അതാണ് പ്രശ്നം. എന്നുവെച്ചാൽ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥലത്ത് ദൈവത്തിന് കൊടുക്കാതെ നിങ്ങളുടെ ബോഡി മാംസമായ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് നിങ്ങളെ ഡിപ്രമോട്ട് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള പരിപാടികൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് വിളിക്കുമ്പോൾ വരാം, അവളിങ്ങനെ കമന്ന് കിടന്നുകൊണ്ട് മൊബൈൽ വെച്ചുകൊണ്ട് ചോറുണ്ടാ കുളിച്ച അതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാ ദിവസം ചോദിക്കണത് ഇത് തന്നെയാണ് കുളിച്ചാന്ന്. അവൻ അടുത്ത് വരുമ്പോൾ ഇവക്ക് മണമായിരിക്കും, അതുകൊണ്ടാണ് കുളിച്ചാന്ന് ചോദിക്കണത്. എന്ത് വേണ്ട? അപ്പോൾ ഇത് ഈ പ്രാർത്ഥനയുടെ ദൈവത്തോട് സംസാരിക്കേണ്ട സമയത്ത് ഇവള് കുളിച്ചിട്ട് തന്നെ വർഷങ്ങളായി, എന്നിട്ട് അവൻ കുളിച്ചാന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായ, ഈ പ്രേമത്തിൻ്റെ സംഭവം ബാക്ടീരിയ വൈറസ് തലക്കടിച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഒരു ഫോബിയ ഉണ്ടാവും. ഈ പേപ്പട്ടിയുടെ തലയിൽ വൈറസ് കയറി കഴിഞ്ഞാൽ വെള്ളം കണ്ട അറച്ചറച്ച് മാറും. അതുപോലെ അറ്റാച്ച്മെൻറ്റ് കൂടിക്കഴിഞ്ഞാൽ പ്രാർത്ഥന കാണുമ്പോൾ അറച്ചറച്ച് മാറും. അതാണ് വിഷയം. അതുകൊണ്ടാണ് ആ മര്യാദയ്ക്ക് ജീവിക്ക്, ഒരു ജോലിക്ക് കിട്ടട്ടെ, സ്വന്തം കാലം നിൽക്കാനാകട്ടെ, അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഒരു ദൈവഹിതമാണെന്ന് കണ്ടാൽ നിങ്ങൾ ഞാനത് സ്നേഹിക്കേണ്ടതെന്ന് ഞാൻ പറയത്തില്ല, ബൈബിൾ പറയണില്ല, പിന്നെ ഞാൻ എന്താ പറയണത്? പക്ഷേ ദൈവത്തെ മറന്നുകൊണ്ട് ഈ അഭ്യാസത്തിന് പോകരുത്. നിങ്ങൾക്കത് നട്ടക്കച്ചവടമായിരിക്കും. പറഞ്ഞ മനസ്സിലായില്ലേ? കാര്യം നമുക്ക് ദൈവത്തെ മറക്കുമ്പോൾ ഇതിൻ്റെ പേരിൽ പിന്നെ മാതാപിതാക്കന്മാരുമായിട്ട് കലഹിക്കേണ്ടി വരും. അവിടെ സമാധാനം കളയും. അതാണ് വിഷയം. അവിടെ നമ്മൾക്ക് സമാധാനം ഉണ്ടാക്കി തന്ന മാതാപിതാക്കന്മാരുടെ സമാധാനം കളഞ്ഞിട്ട് നിനക്ക് മാത്രം സൂചിച്ചാൽ ആ സമാധാനത്തിന് എത്ര ആയുസ്സുണ്ടാകും? ഈ ഒരു നടക്ക് ഈ സംഭവം പോകത്തില്ല. അതുകൊണ്ടാണ് സംഭവം. അതുകൊണ്ട് ദൈവത്തെ മറന്ന് ഈ ആൾക്കാരുടെ എല്ലാം, ഞാൻ 10,000-20,000 പ്രേമ കേസ് എടുത്തിട്ടുണ്ട്. ഈ അണ്ണന്മാരുടെ എല്ലാത്തിൻ്റെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാദ്യം മറക്കണ ദൈവത്തെ, പിന്നെ മറക്കണത് അത് ഒരു കക്ഷിയെ കിട്ടാൻ കഴിഞ്ഞാൽ പിന്നെ എന്ത് പറ്റിയും കർത്താവ് പറയും, എന്നോട് കൂടി ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയണമെന്ന് കർത്താവ് പറഞ്ഞില്ലേ? അപ്പം ഈ പെണ്ണിനെ അടിച്ച് മാറ്റിയിരിക്കണത് ആണിനെ അടിച്ച് മാറ്റിയിരിക്കണത് കർത്താവിനോട് ആലോചിക്കാതെയാണെന്ന് മനസ്സിലായത് കൊണ്ടാണ്
രാവിലെ ഒരുത്തിനെ സ്നേഹിക്കും, ഉച്ചയ്ക്ക് വേറെ ഒരുത്തിനെ സ്നേഹിക്കും, വൈകുന്നേരം ഒരുത്തിനെ. ഈ 3 പേരും കൂടി ഒരുമിച്ച് കണ്ടെത്തുന്ന കാര്യത്തിൽ ഇവൻ്റെ കാര്യത്തിൽ തീരുമാനമാകും. എന്താ ചിതറിപ്പോയി. എത്ര ഡൈവേഴ്സുകൾ ഉണ്ടായിരിക്കണത് ഈ ചിതറിപ്പോയതാണ് കാര്യം. എന്നോട് കൂടെ സ്വീകരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നു. അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ അറേഞ്ച്ഡ് പേരും വലിയ മഹത്വമൊന്നും പറയണില്ല. ഞാൻ പറയണ ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ സ്നേഹം വിശുദ്ധമാകണം. നല്ല ആത്മാവെന്ന് പറയണില്ലേ? നല്ല ആത്മാവെന്ന് പറഞ്ഞാൽ ദൈവത്തെ കക്ഷി ചേർക്കണം. ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവെന്ന് വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ സങ്കീർത്തനം നല്ല ആത്മാവെന്ന് പറയണത്? ദൈവത്തിൻ്റെ ആത്മാവ് മാത്രമേ നല്ല ആത്മാവുള്ളൂ. ബാക്കിയെല്ലാം ആത്മാവിൽ ദൈവത്തേക്കാൾ പ്രാധാന്യം സ്വന്തമായ താല്പര്യങ്ങൾക്കും സുഖങ്ങൾക്കുമായിരിക്കും. അത് നല്ല ആത്മാവല്ല. ദാറ്റ് ഈസ് അറ്റാച്ച്ഡ് ദിസ് വേൾഡ്. ദൈവത്തെ അറ്റാച്ച് ചെയ്യുമ്പോൾ ദൈവത്തോട് അറ്റാച്ച് ചെയ്യാത്ത കൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് നന്മ പോകും. അതുകൊണ്ടാണ് ദൈവം മാത്രമേ നല്ലവനുള്ള നീച്ച പറയത്തില്ലേ? ശ്രദ്ധിക്കണം. പരിശുദ്ധ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഉടമ്പടിയിലൂടെ നമ്മളൊരു ബയലാറ്ററൽ എഗ്രിമെൻ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ ദൈവമായിട്ട് അറ്റാച്ച് ചെയ്യണം. ജീവിതം അറ്റാച്ച് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പിക്കുക ദൈവമായിട്ട്. ദൈവത്തിന് ഫസ്റ്റ് റെഫറൻസ് കൊടുക്കുകയാണ്. ഫസ്റ്റ് റെഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ എൻ്റെ മുറിയിൽ അങ്ങനെ ഞാൻ ആരെയും കയറ്റാറില്ല. അല്ലേക്കുള്ള എൻ്റെ ക്രൂസ് വളരെ എൻ്റെ പ്രോജക്റ്റ് ചെയ്യുന്നവരായിരിക്കണം. എനിക്ക് അവരോട് ഡിസ്കഷൻ ചെയ്യാനുള്ള എന്തെങ്കിലും സീരിയസ് സബ്ജക്റ്റ് ഉണ്ടാകണം. അല്ലാത്തൊരു തരം ചില സമയത്ത് വല്ലവരുടെ കൂടെ ആരെങ്കിലുമൊക്കെ കയറി വരും. വേറെ ചില പ്രധാനപ്പെട്ട കക്ഷികൾ ചില സീരിയസ് ടോക്കുകൾ നടത്താൻ വേണ്ടി വരുമ്പോൾ മര്യാദ ഉള്ളവരാണെങ്കിൽ ഫോൺ വരുമ്പോൾ അവർ അച്ഛാ ഇത് സീരിയസ് ഫോണാണ്, ഞാൻ ഇന്ന് എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ട് പുറത്തോട്ട് പോകും. ചില ആൾക്കാർ അവിടെ ഇരുന്ന് ഫോൺ ചെയ്യും എൻ്റെ മുമ്പിലിരുന്ന്. അപ്പം അവരുടെ കാര്യത്തിൽ തീരുമാനമാകും. പിന്നെ എന്താണ്, ഞാൻ 5 മിനിറ്റുള്ള ചാപ്റ്റർ ക്ലോസ് ചെയ്യും, അയാളെ പുറത്താക്കും. എന്താ കാര്യം? അയാൾ എൻ്റെ അടുത്ത് ഇരുന്നുകൊണ്ട് വേറെ ആൾക്കാരെ വിളിക്കുകയാണ്. ഇതുപോലെയാണ് പ്രാർത്ഥനയുടെ വിഷയം. പ്രാർത്ഥനയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ അതിനകത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥനയേക്കാൾ ദൈവത്തേക്കാൾ പ്രാധാന്യമുള്ള വേറെ വിഷയങ്ങൾ നിങ്ങൾ 1ാം സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ ഉടമ്പടി നിങ്ങളുടെ ഉടായിപ്പാവും. അത് ഭയങ്കര സീരിയസ് വിഷയമാണ്. ഭയങ്കര, അതായത് ഇത് ഞാനായിട്ട് ഉണ്ടാക്കിയൊന്നുമല്ല കേട്ടാ. ഈ പ്രശ്നം നമുക്കുള്ളത് കാരണമാണ് കൽപ്പന എഴുതി എപ്പോഴും പറഞ്ഞു, നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാൻ അല്ലാതെ. അതാണ് ഈ വേറൊരു ദൈവം ഇടയ്ക്ക് കയറി വരും. അത് ലവ് അഫെയറിലും ഉണ്ടാവും. വേറെ ദൈവമായിട്ട് നിങ്ങളുടെ പ്രണയ സഖാവ് കയറി വരും. അതാണ് വിഷയം. വേറെ ദൈവമായിട്ട് തരും. കാര്യം അവനാണ് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ അവളാണ് തീരുമാനിക്കുന്നത് നമ്മൾ പള്ളിയിൽ പോകണോ വേണ്ടേന്ന്. പറഞ്ഞ പോലെ അതാ നമ്മൾ കുമ്പസാരിക്കണോ വേണ്ടേന്ന് തീരുമാനിക്കണ ആരാണ്? കുമ്പസാരിച്ചാൽ പിന്നെ ഇവൻ്റെ തോണ്ടലും തൊഴിലൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് അവൾ പറയുന്നത് കുമ്പസാരിക്കണമെന്ന് പറയും. ആ പന്നി പറയണ മൊത്തം ഇവിടെ കേൾക്കത്തുള്ളൂ. തീർന്നില്ല, ഇവിടെ കാലത്ത് തീരുമാനമായില്ലേ? ദിസ് ഈസ് സിറ്റുവേഷൻസ്. അപ്പോൾ ഇതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് ഒരു പക്ഷേ ദൈവത്തിന് ഗെറ്റ് ഔട്ട് അടിക്കണപ്പോൾ അതാണ്. അതുകൊണ്ട് തന്നെ ഉടമ്പടിയിലുള്ള മക്കൾ വളരെ സൂക്ഷിച്ച് വേണം ഇക്കാലങ്ങളിൽ. നിനക്ക് ഫ്രെയിം ഓഫ് റെഫറൻസിൽ ഫസ്റ്റ് റെഫറൻസ് നിന്റെ ദൈവം തന്നെയായിരിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാലങ്ങളിലും ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് 1ാം സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിക്കാൻ ഉടമ്പടിയുടെ ഉത്സാഹത്തോടെ ജീവിക്കാൻ എന്നെ സഹായിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ. ഏത് കാലാവസ്ഥയിൽ മുന്നേറുവാൻ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന യേശുവേ, ആരാധന, ആരാധന, ആരാധന സ്നേഹമേ, ആരാധന.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത്രയും നേരം കർത്താവ് നിങ്ങളോട് എന്നോട് സംസാരിച്ചത്, ഏതെങ്കിലും വിഷയത്തിൽ ടൈം ലാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കിട്ടണത് വരെ അത് ദൈവഹിതമായിട്ട് തന്നെ നീ കണക്കാക്കണം. യു ഗോട്ട് ദ പോയിന്റ്. മനസ്സിലായില്ലേ? ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്കറിയാം ഇത് കൃപാസനമാണ്, ഈ ഭൂമിക്ക് മുകളിൽ ഒരു ദിവസം മുഴുവനും നിന്ന് സാക്ഷ്യം പറയുന്ന ലോകത്തിലെ ഏക ഇടമാണിത്. നിൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നം ഇവിടെ വന്നാൽ തീരാവുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. നിൻ്റെ കഴിവുകേടിനേക്കാൾ ഉപരി അമ്മയുടെ കഴിവിലും അമ്മയുടെ പ്രത്യക്ഷഗണത്തിലും പ്രത്യക്ഷഗണ സന്ദേശത്തിൻ്റെ ദൈവഹിതത്തിലുമാണ് ഇത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യക്ഷഗണത്തിന് സാക്ഷിയാകാൻ ആര് തീരുമാനിച്ചാലും അവൻ്റെ കാര്യത്തിൽ ദൈവം തീരുമാനമെടുക്കും. എന്താ കാര്യം? അത് നമ്മുടെ കഴിവിലല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ. കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് വളരെ വിനയത്തോടെ അപേക്ഷിക്കുകയാണ്, ഒരു കാരണവശാലും ദൈവത്തിനോട് എതിർത്ത് ഒരു വാക്കും പറയരുത്. ഇൻ കേസ് അങ്ങനെ പറഞ്ഞാൽ പോലും സോറി പറയണം. എന്താ കാര്യത്തിൽ? അമ്മ ഒരിക്കൽ ഈശോയോട് ചോദിച്ചായിരുന്നു, ഈശോ നീ എന്തിനാ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? കാര്യം കാണാതെ പോയില്ലേ. അപ്പോൾ ദേവാലയത്തിൽ പോയി ഒരു ദിവസത്തിന് ശേഷമല്ലേ അമ്മ കണ്ടുമുട്ടിയത്. അപ്പം അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി. ഒരു സോറി പോലും പറയാതെ ഈശോ ഇവിടെ തങ്ങിയില്ലേ. അങ്ങനെ ആദ്യമായിട്ട് ചെയ്യണതാ. അതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി. ഒന്നാമത് കാശും കയ്യിലില്ല, തിരിച്ചു പോകാനുള്ള കാശും കൊണ്ടാണ്, മിനിമം കാശും കൊണ്ടല്ലേ ഈ കാർപ്പൻ്ററിൻ്റെ വൈഫ് വരണത്. അങ്ങേര് ഉടിയും കൊട്ടുപൊടിയും എടുത്തിട്ടല്ലേ കഞ്ഞി വെച്ച് പോണത്. അതിൻ്റെ അകത്തുനിന്ന് ബാക്കിയുള്ള നക്കാപ്പിച്ച കാഴ്ച പിടിച്ച് വെച്ചിട്ടാണല്ലോ ഒരു കൊല്ലം കഴിയുമ്പോൾ പള്ളി കുശി പൊട്ടിച്ച് പള്ളിയെ വന്നത്. എന്നിട്ട് ഇപ്പോൾ ഇരട്ടിപ്പണിയായില്ലേ. ആലപ്പുഴയിൽ നിന്ന് തൃശ്ശൂർ വരെയുള്ള യാത്ര ഉണ്ട്. തൃശ്ശൂർ എത്തിയിട്ട് ഈശോ അവിടെ നിന്ന് അമ്മ എറണാകുളത്ത് എത്തിയപ്പോഴാണ് അറിയണത് ഈശോ ഇവിടെ ഇല്ലെന്ന്. പിന്നെ തിരിച്ചു പോയി. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഇരട്ടി യാത്രയായി. അപ്പം ഈശോ അമ്മ ചോദിക്കും, എന്താ ഈശോ ഇങ്ങനെ ഞങ്ങളോട് ചെയ്തത്? നിൻ്റെ അപ്പ എന്തുമാത്രം വിഷമിക്കണമെന്നറിയാവോ? ഞങ്ങൾ എന്തുമാത്രം വിഷമിച്ചെന്നറിയാം. അപ്പോൾ ഈശോ എന്ന് പറയും, എന്താ കാര്യം? ചില കാര്യങ്ങൾക്ക് ദൈവത്തിന് നമ്മളോട് പറയാൻ പറ്റത്തില്ല. സ്വന്തം മകനാണെങ്കിലും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ചില കാര്യം ദൈവം നമ്മളോട് പറയത്തില്ല. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തെന്ന് നിങ്ങൾ ചോദിക്കരുത്. കാര്യം ഈശോയ്ക്ക് വേണമെങ്കിൽ സോറി പറയാമായിരുന്നു, പറഞ്ഞില്ല. എന്താ പറഞ്ഞത്? നിങ്ങളറിയണം. എന്തറിയണം? ദൈവഹിതം നിങ്ങളറിയാൻ ബാധ്യസ്ഥയാണ്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ ആകേണ്ടവനാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഉടമ്പടി എടുത്ത് ദൈവത്തിൻ്റെ അമ്മയുടെ അപ്പൻ്റെ വചനത്തിൻ്റെ നടപ്പിൽ വരുത്തുന്ന ആൾക്കാരായിട്ട് ഉയരുമ്പോൾ ചില കാര്യങ്ങൾ ദൈവഹിതത്തിന് വിടണമെന്ന് നിങ്ങൾക്കറിയണം. അതുകൊണ്ട് ചില കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് ചെയ്തു തരാത്തത് എന്താണെന്ന് നിങ്ങൾ ദൈവത്തോട് ചോദിക്കരുത്. അമ്മ പക്ഷേ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി അങ്ങനെ ചോദിക്കേണ്ടിയില്ലായിരുന്നെന്ന്. വീട്ടിൽ വന്നപ്പോൾ എന്ത് ചെയ്ത്? ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതിന് മറുപടി ചോദിച്ചില്ല. നീ എന്താ എന്നോട് അങ്ങനെ ചോദിച്ചത് അവിടെ വെച്ച്? നിൻ്റെ നീ പറയാതെ നിൻ്റെ ഹിതം നീയല്ലേ ദൈവം? ഞാൻ നിന്നെ പെറ്റെടുക്കാൻ വേണ്ടി ദൈവം എന്നെ ഉപകരണമാക്കിയല്ലേ? നിനക്കൊരു വാക്കെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. എന്നല്ല അങ്ങനെ ഒന്നും ചോദിച്ചില്ല. ഈശോയോട് വീട്ടിൽ വന്ന് തർക്കുത്തരം പറയാൻ അമ്മ തയ്യാറായില്ല. അതിൻ്റെ പകരം എന്താ ചെയ്തത്? അവളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ചില കാര്യങ്ങൾ ദൈവത്തിന് നമ്മളോട് പറയാൻ പറ്റത്തില്ല, നമ്മൾക്ക് ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ പറ്റത്തേ ഉള്ളൂ. അതാണ് നിൻ്റെ അന്നന്ന് വേണ്ട ആഹാരം, അതാണ് ദൈവഹിതം, അതാണ് നിൻ്റെ നല്ല ആത്മാവിലേക്ക് നീ സഞ്ചരിച്ചെത്തുന്നതിൻ്റെ സൂചന. കൈയടിക്കട്ടെ. എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ, എന്തു നല്ലമ്മ
എന്നോടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ.